ഭൂതത്താൻകെട്ട് ഡാമിന്റെ റിസർവോയറിന്റെ ഭാഗമായ ഈ പ്രദേശം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് മനോഹരമായ പുൽമേടായി മാറിയത്. പരന്നു കിടക്കുന്ന പച്ചപ്പും അതിലൂടെ ഒഴുകുന്ന ചെറിയ അരുവികളും കുറച്ചു മാറി തെളിഞ്ഞു കാണുന്ന ഇടമലയാർ പുഴയും കോടമഞ്ഞ് പുതച്ച മലനിരകളും ചേർന്ന് ഇവിടം അപൂർവമായ പ്രകൃതി ഭംഗിയാണ് സമ്മാനിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പ്രചരിച്ചതോടെ നിരവധി പേരാണ് കാഴ്ചകൾ ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുമുള്ള മികച്ച കേന്ദ്രമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞു. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനും ചെറിയ വെള്ളച്ചാട്ടവും അരുവിയൊക്കെ പോലെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുന്ന ആളുകൾ ഇതും കൂടെ കണ്ടാലാണ് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് ഞാൻ പറയും. എക്കോ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമാണിതെന്നും സന്ദർശകർ മാലിന്യം വലിച്ചെറിയാതെയും പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെയും ഈ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കണമെന്നുമാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിവതും എല്ലാവരും ഒഴിവാക്കി ഇങ്ങനെ എക്കോ ടൂറിസം ആയിട്ട് കാത്തു സൂക്ഷിക്കുകയും ഈ വരുന്ന വേസ്റ്റുകൾ ഇവിടെ ഡംപ് ചെയ്യാതെ കൊണ്ടുവരുന്ന ഒരു ടൂറിസം പ്ലേസ് ആണ്. നമുക്കറിയാം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരും, പക്ഷെ അത് നിങ്ങൾ തന്നെ കയ്യിൽ സൂക്ഷിച്ച് നിങ്ങൾ തന്നെ ഇവിടെ ഡംപ് ചെയ്യാതെ ആ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കും നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കോതമംഗലത്ത് നിന്ന് 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപത്തെ ഈ പ്രദേശത്തെത്താം. പ്രകൃതി സ്നേഹികളുടെയും ഫോട്ടോഗ്രാഫി പ്രേമികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമായി മാറിയ ഇവിടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന വിശേഷണം അന്വർത്ഥമാക്കുന്ന കാഴ്ചകൾ ഉറപ്പാണ്. മീഡിയ 1 കൊച്ചി.